ഇന്ന് ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭർത്താവായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. യൗസേപ്പ് പിതാവ് ഹൃദയം കൊണ്ട് എന്തിനൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ അതൊക്കെ പുഷ്പിച്ചിട്ടുണ്ട്. ദൈവത്തെ കണക്ക് ജീവിക്കാൻ യൗസേപ്പ് പിതാവ് 2 കാര്യങ്ങൾ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുമായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ മൗനം. ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ ചർച്ച സ്വർഗത്തിലെ മാലാഖയോടാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വെളിപാടുകളൊക്കെ അയാൾ കൃത്യമായി സ്വീകരിച്ചു, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. ദൈവത്തിൻ്റെ വെളിപാട് കേട്ട മനുഷ്യൻ പിന്നീട് മനുഷ്യരുമായി ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. രണ്ടാമതായിട്ട് യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ മനോഹരമായി സൂക്ഷിച്ചത് നീതിബോധമാണ്. ദൈവത്തെ കണക്ക് ജീവിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനറിയാം, ഞാനിനി കാട്ടേണ്ട ചില നീതിബോധമുണ്ട്. ആരോട്? തൻ്റെ പ്രിയപ്പെട്ടവരോട്. അവരോട് കാണിക്കേണ്ട നീതിബോധം അവരുടെ മുമ്പിൽ വിശ്വാസത്തിൻ്റെ പ്രകാശമായും അധ്വാനത്തിൻ്റെ വെളിച്ചമായി നിൽക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു വിശ്വാസ വെളിച്ചവും ഒരു അധ്വാനത്തിൻ്റെ പ്രകാശമായി നിൽക്കുന്ന ഒരപ്പനെ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഈ കുടുംബത്തിൽ മക്കളെ സ്വാധീനിക്കാതിരിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തെ കണക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ഓരോ മാതാപിതാക്കളും ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട 2 കാര്യങ്ങളാണ് മൗനവും നീതിയും. ഇങ്ങനെ ജീവിച്ചൊരു യൗസേപ്പ് പിതാവിനെയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. അയാൾ കരം കൊണ്ട് തൊട്ടതൊന്നും പുഷ്പിക്കാതിരുന്നിട്ടില്ല. വെറും കരം കൊണ്ട് മാത്രമല്ലോ അയാൾ തൊട്ടത്, ഹൃദയം കൊണ്ടുമാണല്ലോ. ഓരോ ബന്ധങ്ങളെയും ഇനി ഹൃദയം കൊണ്ട് തൊടണം. അവിടെ നമ്മളും ദൈവത്തെ കണക്ക് അവരുടെ ഹൃദയത്തിൽ ജീവിക്കും.